ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ഹൗസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി 4 മണി പലഹാരം കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനാണെങ്കിൽ വളരെയധികം ടേസ്റ്റുള്ള പലഹാരം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എത്തുന്നത് റോബസ്റ്റിൻ്റെ പഴമാണ്. 3 റോബസ്റ്റ് പഴമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ നമ്മുടെ പലഹാരത്തിന് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 2 എടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പോൾ 2 പഴം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം ഉടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നല്ലോണം ഉടച്ചെടുക്കുക. ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരൊറ്റ കോഴിമുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 പഴത്തിന് ഒരൊറ്റ കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ 4 പഴമൊക്കെ എടുക്കുകയാണെങ്കിൽ 2 കോഴിമുട്ട വേണം കേട്ടോ. അപ്പോൾ നമ്മളെ പലഹാരം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് പാലൂണി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി പാലിന് പകരം പാൽപ്പൊടി കുറച്ച് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കലക്കിന് ശേഷം ഒന്ന് ചൂടാറിന് ശേഷം ഇതൊക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചൂടാറിൻ്റെ ശേഷമാണ് പാൽപ്പൊടി ആണെങ്കിൽ ഇട്ട് കൊടുക്കണമെങ്കിൽ ചൂടാറിൻ്റെ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പഞ്ചസാര നമുക്കൊരു 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം മധുരത്തിലാണ് നമ്മൾ പലഹാരം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ. ഇതുപോലെ സ്പൂണോ വിസ്കോ വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കുക. പഞ്ചസാരയും പാലൊക്കെ ഒന്നാണ് രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1.5 കയ്യിൽ മൈദയാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മൈദ ചേർത്തിട്ട് ഇളക്കിയിട്ട് നമുക്ക് ലൂസാണെന്ന് കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ചേർത്തെടുത്താൽ മതി. ആദ്യം തന്നെ നമ്മൾ 2-4 കയ്യിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ടൈറ്റ് ആവുകയാണെങ്കിൽ പിന്നെ നമ്മൾ പാലും കോഴിമുട്ടയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ 1.5 കയ്യിൽ ചേർത്ത് ഇളക്കി നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇതിക്ക് മൈദ വേണം തോന്നി. അപ്പോൾ ഞാൻ 1 കയ്യിലും കൂടി മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ മൊത്തം 2 പഴത്തിന് നമ്മൾ 2.5 കയ്യിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഈസ്റ്റും ചേർത്തുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ 2-3 മിനിറ്റ് എടുത്തുകൊണ്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്ത് എല്ലായിടത്തേക്കും ഒന്ന് ആക്കിയെടുക്കുക. ഇനി നമുക്ക് ബാക്കി സിറ്റോടത്ത് കൂടെയൊക്കെ വരുന്നത് ഒരു സ്പൂൺ വെച്ചിട്ട് അതിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കണം. നല്ലോണം മയം വരാൻ വേണ്ടി മാത്രം നമുക്കൊരു 10 മിനിറ്റ് മൂടി വെക്കണേ. നിങ്ങൾക്ക് കൂടുതൽ സമയം പലഹാരം ഉണ്ടാക്കാനുണ്ടെങ്കിൽ 1/2 മണിക്കൂറൊക്കെ മൂടി വെക്കുകയാണെങ്കിൽ നല്ലോണം ഒന്ന് മയപ്പെട്ട് വരികയും ചെയ്യും കേട്ടോ. കൂടുതൽ നന്നാവേ ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ഈ കൂട്ടിനൊക്കെ നല്ലൊരു മയം വന്നിക്കണം. കണ്ടില്ല നിങ്ങൾ, അത്യാവശ്യമൊക്കെ പൊന്തിയാണ് നല്ലോണം ഒന്ന് മയം വന്നിക്കണേ. ഇനി നമുക്കൊരു കേക്ക് ടിന്നിലോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു വട്ടത്തിലുള്ള പാത്രത്തിലോ കുറച്ച് ഓയിൽ എല്ലായിടത്തും ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിന് കണക്കാക്കിയാണ് ഉണ്ടാക്കിക്കുന്നത്. അതുകൊണ്ട് ഫുള്ളായിട്ട് ഒരു ട്രിപ്പിനാണ് ഞാനത് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ കേക്ക് ടിന്നിലോ അല്ലെങ്കിൽ കുറച്ച് വലിയ പാത്രത്തിലേക്ക് 2-3 പ്രാവശ്യമായിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിക്കണേ. ഇനി അതിൻ്റെ മുകളിൽ ഞാനൊരു പഴം ഞാൻ മാറ്റി വെച്ചത് പറഞ്ഞില്ലേ, ആ പഴം ഇതുപോലെ വട്ടത്തിൽ മുറിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പഴം ഫുള്ളായിട്ട് മുറിച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ മുറിച്ച് വെച്ച് കൊടുത്തിക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഇഡ്ഡലിച്ചെമ്പ് വെച്ചിരിക്കണം. നല്ലോണം വെള്ളം തിളച്ച് ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇറക്കി വെച്ച് കൊടുത്തപ്പോഴാണ് നിങ്ങൾക്ക് വട്ട് വെക്കേണ്ടത് ഓർമ്മ വന്ന്. അപ്പോൾ ഞാൻ വട്ട് വെച്ചിട്ട് നല്ല വൃത്തി തന്നെയാണ് വെച്ച് കൊടുത്തിക്കണേ. നമുക്ക് മൂടി വെച്ചൊരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം ഒന്ന് കുക്കായി കേട്ടോ. ആ പഴമൊക്കെ നല്ലോണം ഒന്ന് കുക്കായി നല്ല സ്മെല്ലൊക്കെ പഴത്തിൻ്റെ ഒക്കെ വരുന്നുണ്ട്. നമുക്കിതൊന്ന് വാങ്ങി ഒരു കുറച്ച് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. ഇനി ചൂടാറിൻ്റെ ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചൂടിലാണ് ഞാനിത് എടുക്കുന്നത്. കുറച്ച് ചൂടാറിയിട്ടുള്ളൂ. നമുക്കത് ശരിയാക്കി കൊടുക്കണം. പഴമൊന്നും അപ്പുറത്തേക്കൊന്നും വീണിട്ടുള്ള പഴമൊക്കെ ഇതിലേക്ക് തന്നെ കടന്ന് കുക്കായതുകൊണ്ട് നമുക്കിത് എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ സാധനം വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് പിസ്സ കട്ടർ വെച്ചിട്ട് മുറിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കിത് ഇങ്ങനെ എങ്ങനെയാണ് മുറിച്ചെടുക്കേണ്ടതെന്ന് ആദ്യം ഒരു കൺഫ്യൂഷൻ വന്നത് കേട്ടോ. പിന്നെ മോള് പറഞ്ഞപ്പോഴാണ് ശരിക്കും മുറിച്ചെടുത്തത്. നിങ്ങൾക്കത് ഇല്ലെങ്കിൽ സാധാരണ കത്തി വെച്ചുകൊണ്ട് മുറിച്ചെടുത്താലും മതി. അപ്പോൾ ഇത് കണ്ടില്ലെങ്കിൽ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്.